ശ്രീ ജ്യോതികുമാർ ചാമക്കാല അതിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഭരണഘടനാ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കനിമൊഴി പറയുകയാണ് തമിഴ്നാടിന് മാത്രമല്ല കേരളത്തിൻ്റെ മക്കൾക്കും സമാനമായ അവസ്ഥയാണ്, സമാനമായ നിലയാണ് എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് തൃശ്ശൂരിൽ നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരു കേരളത്തിൻ്റെ ശബ്ദമാണ്. എന്നാൽ ഈ സുരേഷ് ഗോപി എപ്പോഴും ആവർത്തിക്കുന്ന ഞാൻ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കൂടെ മന്ത്രിയാണ് എന്ന് ആവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ മലർത്തി കാണിക്കുന്നു, ചിരിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുകയാണ്. അത് സുരേഷ് ഗോപിയുടെ മാത്രം മാനസികാവസ്ഥ എന്ന് കാണണോ, അതോ ഈ കേന്ദ്ര ഭരണകൂടത്തിൻ്റെയും BJP-യുടെ മാനസികാവസ്ഥയാണ് ഈ പറഞ്ഞ ചിരിച്ചുകൊണ്ട് കൈമലർത്തൽ, അധിക്ഷേപിച്ചുകൊണ്ട് കൈമലർത്തൽ എന്നതാണോ കാണേണ്ടത്? ശ്യാമകല നോക്കൂ ഹാഷ്മി, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മനോനിലയെ സംബന്ധിച്ച് ഞാൻ താങ്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല, കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അദ്ദേഹം ജയിച്ചുപോയി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് 10 വകുപ്പ് കൊടുക്കണം എന്നൊക്കെയാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഏതായാലും അദ്ദേഹത്തിന് ഒരു സഹമന്ത്രിയാക്കി നിർത്തിയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു. ഏതായാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയെ അതിൻ്റെ ഗൗരവത്തോടു കൂടി ദേശീയ തലത്തിൽ കൊണ്ടുവന്നത് വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ചെയ്തികൾ, അവരുടെ മിസ്മാനേജ്മെൻറ്റ്, സാമ്പത്തിക മേഖലയിലുള്ള മിസ്മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ഇതിനകത്ത് ഒഴുക്കിക്കളയാം, അല്ലെങ്കിൽ കൈകഴുകിയെടുക്കാം എന്നുള്ള LDF-ൻ്റെ ധാരണയോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് കടമെടുക്കേണ്ട പരിധിയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഒരു നിയമവും റൂളും ചട്ടവുമൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടമെടുക്കേണ്ടി വന്നത് നിങ്ങളുടെ കയ്യിലെ പിടിപ്പുകേട് കൊണ്ടാണ്. അത് ഇക്കൂട്ടത്തിൽ കൊണ്ടുവന്ന് അതുകൂടെ അങ്ങ് വെള്ളപൂശി കളയാം എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. അത് പ്രാഥമികമായി ഞാൻ LDF-ൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം ഞങ്ങൾ നിലപാടെടുത്തുന്നേ, ഞങ്ങൾ നിലപാടെടുക്കേണ്ടപ്പോൾ എടുക്കും. നിങ്ങളോടൊപ്പം നിന്ന് നിലപാടെടുക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ദുഷ്ചെയ്തികളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. സമയം ചുരുക്കം മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നുമില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കോടതിയാണ് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്. അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാനുണ്ടായ സാഹചര്യമൊക്കെ അറിയാം. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുന്നു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നേരിട്ട് കേസെടുത്തുകൊണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടാണല്ലോ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. കോടതി ഇതിനകത്ത് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നു. അത് കേന്ദ്രത്തോടും കേരളത്തോടും ചോദിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇവരുടെ രണ്ടുപേരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ പറഞ്ഞത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് കൊടുത്തത് നവംബർ 13-നാണെന്ന് കേന്ദ്രം പറയുന്നു. അതിനകത്ത് തർക്കമില്ലല്ലോ പ്രകാശ് മാസ്റ്റർക്ക്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നോക്കൂ, ഇന്നിപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്? ഇന്ന് കോടതി പറയുന്ന പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് ഞാൻ പറയാം. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132.62 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് 2016-ലെയും 2017-ലെയും വർഷങ്ങളിലെ ദുരന്തത്തിൻ്റെ എയർലിഫ്റ്റിംഗ് ചാർജുകളാണ്. എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്? ഇത് BJP-യുടെ പ്രതിനിധി പറയുമ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ചോദിക്കുന്നതെന്ന കാര്യം മറക്കരുത്. 2016-ലെയും 2017-ലെയും ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, വയനാട് ദുരന്തത്തിന് തൊട്ടുപിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെടുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. മൂന്നാമത്തേത്, വയനാട് ദുരന്തത്തിൻ്റെ സഹായം ആവശ്യം മുന്നിലുള്ളപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ തുക ആവശ്യപ്പെടുന്നത് എന്നത് വീണ്ടും ആശ്ചര്യപ്പെടുത്തുന്നു. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ദുരന്തത്തെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണവും തേടി എന്നാണ് ഇന്ന് കോടതിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിനകത്ത് നോക്കൂ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറയുന്നതാണ്, NDRF-ൽ നിന്ന് SDRF-ലേക്ക് ഇത്ര തുക കൊടുത്തില്ലേ, 154 കോടി രൂപ വെച്ച് ഞങ്ങൾ 2 പ്രാവശ്യം കൊടുത്തില്ലേ? നിങ്ങളുടെ ഔദാര്യമല്ലെന്നേ, അത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. അത് അവരുടെ വിഹിതം കൊടുക്കുന്നതാണ്. ആ വിഹിതം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ പറഞ്ഞല്ലോ, SDRF-ൽ ഞങ്ങളുടെ കയ്യിൽ 700 കോടി രൂപയുണ്ട്, ഞങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ചിലവാക്കിയത് കഴിഞ്ഞിട്ട് വയനാട്ടിലെ ഇതുവരെ ചിലവാക്കിയ തുകയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ 61 കോടി രൂപയാണ് ഇനി ഉള്ളത്. അത് ഈ വയനാട്ടിലേക്ക് ചിലവാക്കുക അസാധ്യമാണ്, കാരണം വേനൽ ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികളും ഞങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാത്തത് എന്താണ് BJP-ക്ക്? അപ്പോൾ SDRF-ലേക്ക് കിട്ടിയിട്ടുള്ളത് നിയമാനുസൃതം രാജ്യത്തെ നിയമമനുസരിച്ച് ലഭിക്കേണ്ട തുകയുടെ ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തിന് എന്ത് സഹായം നൽകി എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞു തമിഴ്നാട്ടിന് കൊടുത്തതിനെ സംബന്ധിച്ച്, നമുക്കറിയാം ത്രിപുരയ്ക്ക് കൊടുത്തതിനെ സംബന്ധിച്ച്, നമുക്കറിയാം തെലങ്കാനയ്ക്ക് കൊടുത്തതിനെ സംബന്ധിച്ച്, നമുക്കറിയാം ആന്ധ്രയ്ക്ക് കൊടുത്തതിനെ സംബന്ധിച്ച്. അപേക്ഷ കൊടുക്കുന്ന ഞാൻ ചോദിക്കുന്ന ഈ ഫെഡറൽ സംവിധാനത്തിനകത്ത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ സ്റ്റേറ്റിൻ്റെയും വെൽഫെയർ അഷ്വർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട്.
ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായാൽ സ്വാഭാവികമായി സംസ്ഥാനത്തെ സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. നിങ്ങൾ കണക്കുകൾ പിന്നീടാവട്ടെ, നിങ്ങളൊരു 100 കോടി രൂപ, ഒരു 100 കോടി രൂപയെങ്കിലും ഇതിനൊന്ന് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യൂ. അവിടെ കൊണ്ടുവരുമ്പോൾ ഉടനെ ബുക്ക്, ഇപ്പോൾ എന്താ BJPയുടെ പ്രതിനിധി പറയുന്നത്, ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? ഈ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വയനാട്ടിലെ ദുരിതം പേരുന്നവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, കൃഷി നഷ്ടപ്പെട്ടവർ, വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടവർ, ഉപജീവനങ്ങൾ നഷ്ടപ്പെട്ടവർ, അവരോട് ചെന്നിട്ട് ഇതെല്ലാം ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ പിന്നെന്താ വായു ഭക്ഷിച്ച് ജീവിക്കണം? ഒരു സാമാന്യ മര്യാദ വേണ്ടേ പറയുന്ന വാചകങ്ങൾക്ക്? അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വയർ നിറയുമോ? അതാണോ വേണ്ടത്? അതാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അതിനപ്പുറത്തേക്ക് ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടിയിരുന്നു. ഇവിടെ രാഷ്ട്രീയമായ വിവേചനം ഉണ്ടായിട്ടുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയതിന് നമുക്ക് നമ്മുടെ ഖജനാവിൽ ചെലവായി 32 ലക്ഷം. അതെങ്കിൽ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിച്ചേ ഹാഷ്മി. ഒറ്റ കാര്യം കൂടി. ഇവിടെ ടീച്ചർ പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്. അവരുടെ കടങ്ങൾ എഴുത്തലുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിക്കണം. അവർക്ക് ഇപ്പോഴും റിമൈൻഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് മൊറട്ടോറിയം എന്ന് പറയുന്നു, അതിൻ്റെ പലിശ സഹിതം കൊടുക്കേണ്ടി വരും. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ സംസ്ഥാനത്ത് ബാങ്കിങ് സമിതിയുടെ യോഗം വിളിച്ചു ചേർത്ത് അവരോട് എഴുത്തള്ളണമെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പല ബാങ്കുകളും നേരിട്ട്, നാഷണലൈസ്ഡ് ബാങ്കുകളും നേരിട്ട് അവരുടെ ഡയറക്ടർ ബോർഡിൽ ഈ വിഷയം ചർച്ച ചെയ്തു. മൊത്തത്തിൽ അവർ അസസ് ചെയ്തിരിക്കുന്ന 35 കോടി രൂപയുടെ നഷ്ടമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോഴും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് ആർക്കൊക്കെ കൊടുക്കണം? മൊത്തം സർവസ്വം നഷ്ടപ്പെട്ടവർക്ക് വേണോ, അതോ ക്യാമ്പിൽ വന്നിട്ടുള്ളവരുടെ ഇത് എഴുത്തള്ളണമോ എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. അങ്ങനെ ക്യാമ്പിൽ വന്നിട്ടുള്ളവരുടെ അല്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന്, ഫീൽഡിൽ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടവരുടെയാണ് എഴുത്തുള്ളതെങ്കിൽ അത് 15 കോടിയിലേക്ക് ചുരുങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 1000-വും 10,000 കോടി രൂപയുമായി വിദേശത്തേക്ക് പോയ വ്യവസായികൾ ഉള്ളപ്പോഴാണ് 35 കോടി രൂപ ഓവറാൾ ആ 3 വാർഡിലേയും കൂടെ ഉള്ളവരെ സംബന്ധിച്ച് അവരെ ഇപ്പോഴും ബാങ്കുകൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് എഴുതി തള്ളിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? നമ്മൾ ആരോടൊപ്പമാണ്? അവിടെ ആ സർവസ്വവും നഷ്ടപ്പെട്ടവരോടൊപ്പമാണോ, അതോ നിങ്ങൾ പരസ്പരം കണക്ക് പറഞ്ഞ് കളിക്കുകയാണോ? എന്താണ് വേണ്ടത്? ഇപ്പോൾ ഈ പറഞ്ഞ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ പാവങ്ങൾക്കറിയും.